ബണ്ടി ചോർ എന്ന പേര് അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല. മലയാളികൾക്ക് ആ പേര് സുപരിചിതമാണ് താനും. ബണ്ടി ചോർ വീണ്ടും കേരളത്തിൽ വന്നിരിക്കുന്നു. മറ്റെവിടെയുമല്ല, ഇങ്ങ് തിരുവനന്തപുരത്ത്. എന്താണ് ബണ്ടി ചോറിന് തിരുവനന്തപുരത്ത് കാര്യം? എന്തിനാണ് ബണ്ടി ചോർ കേരളത്തിൽ കറങ്ങി നടക്കുന്നതെന്നായിരിക്കും നമുക്ക് എല്ലാവർക്കുമുള്ള സംശയം. അതിനുത്തരം പോലീസാണ് പറയേണ്ടത്. കൊച്ചിയിൽ പിടികൂടിയ ബണ്ടി ചോറിനെ പോലീസ് വിട്ടയച്ചിരുന്നു. ഇന്ന് വീണ്ടും ഇതാ തിരുവനന്തപുരത്ത് പൊങ്ങി. വക്കീലിനെ കാണാൻ വന്നതെന്നാണ് ബണ്ടി ചോർ പറയുന്നത്. തലസ്ഥാനത്തെ മോഷണത്തിൽ ജയിലിൽ കിടന്ന ബണ്ടി ചോർ ഇപ്പോൾ ജാമ്യത്തിലാണ്. നിലവിൽ അറസ്റ്റിലാവേണ്ട കേസുകൾ ഇയാൾക്കില്ല. എന്നാൽ സംശയത്തോടെ മാത്രമേ ബണ്ടി ചോർ വരുന്നതിനെ പോലീസിന് കാണാൻ സാധിക്കുള്ളൂ. പോലീസ് മുൻകരുതലെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അടുത്ത മോഷണം ആസൂത്രണം ചെയ്യാനാണോ ഈ കറങ്ങി നടക്കലെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. പഴയ കേസിന്റെ രേഖകൾ വക്കീലിൽ നിന്ന് കിട്ടാൻ വന്നതെന്നാണ് ബണ്ടി ചോർ പറയുന്നത്. കൊച്ചിയിലും ഇതേ കാര്യം തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. അതേ മറുപടി ഇങ്ങ് തിരുവനന്തപുരത്തും പോലീസിന് നൽകി. പെരൂർ കട സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പണം കിട്ടാനുണ്ട് എന്നായിരുന്നു ആദ്യം പോലീസിന് നൽകിയ മറുപടി. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇയാൾ കേരളത്തിൽ കറങ്ങി നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന പഴയ ചോദ്യം. കൊച്ചിയിലും പോലീസിനോട് പറഞ്ഞ മറുപടി അത് തന്നെ എന്തിനാണ് തിരുവനന്തപുരത്ത് പറഞ്ഞുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാജ്യമെങ്ങും മോഷണ പരമ്പര നടത്തിയ ബണ്ടി ചോർ ഇപ്പോൾ കാഴ്ചയിൽ ക്ഷീണിതനാണ്. ആ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. എന്തെങ്കിലും വലിയ ഉദ്ദേശം അയാൾക്കുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും കേരളത്തിൽ കറങ്ങി നടക്കുന്നത് മനോനില തെറ്റിയതുകൊണ്ടാണോ എന്ന സംശയവും പോലീസിന് ഉണ്ട്. എന്തായിരിക്കും ബണ്ടി ചോറിന്റെ അടുത്ത ലക്ഷ്യം എന്നതിലേക്ക് തന്നെയാണ് അന്വേഷണം പോവേണ്ടത്. ചൊല്ലി തവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.